1 Korinത്യർ അതിൻ്റെ 10-ാം അധ്യായം 13-ാം വാക്യം. 1 Korinത്യർ 10-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നമ്മൾക്ക് നേരിട്ടിട്ടില്ല. എന്താണ് ഈ പരീക്ഷ എന്ന് നാം ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുതൽ നാം ചിന്തിക്കുകയാണെങ്കിൽ പിതാവിൻ്റെ മടി വിട്ട് താണലോകത്തിലേക്ക് കടന്നു വന്ന് കാൽവരി ക്രൂശോളം തൻ്റെ യാത്രയുണ്ടായിരുന്നു. ഇതിൽ പല പരീക്ഷകൾ തനിക്ക് നേരിടേണ്ടതായിരുന്നു. സാത്താൻ പോലും തന്നെ പരീക്ഷിച്ചു. എന്നാൽ ഒടുവിൽ ഈ പരീക്ഷയെല്ലാം കഴിഞ്ഞതിന് ശേഷം ദൈവം ഉയർത്തെഴുന്നേറ്റ് ജയാളിയായി ഇന്നും ജീവിക്കുന്നു. മാത്രമല്ല, അവൻ നമുക്ക് വേണ്ടി വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവാണ്. തൻ്റെ ജീവിതത്തിൽ പരീക്ഷയില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. തൻ്റെ ജീവിതത്തിൽ ഉള്ള പരീക്ഷകൾ നാം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. ആ വിധത്തിലുള്ളതായിരിക്കുന്ന പരീക്ഷയാണ് കർത്താവ് യേശുക്രിസ്തുവിന് അനുഭവിക്കേണ്ടതായിട്ട് വന്നത്. നമുക്ക് യോസേഫിനെ നോക്കാം. സ്വന്തം ഭവനം വിട്ട് ദോതാനിൽ കടന്നുപോയി. തൻ്റെ സ്വന്തം സഹോദരന്മാർ തന്നെ വിട്ടു, ഒരു കിണറ്റിനകത്ത് ഇട്ടു. അതിനുശേഷം പോത്തിവൻ്റെ വീട്ടിൽ പോയി അവിടെ പലവിധത്തിലുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. കാരാഗ്രഹത്തിൽ പോകേണ്ടതായിട്ട് വന്നു. ഒടുവിൽ താൻ മിസ്രൈം പ്രധാനമന്ത്രിയായി മാറി. അപ്പോൾ തൻ്റെ ആ ഒരു പരീക്ഷ വേണ്ട എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ തനിക്കൊരു മിസ്രൈം പ്രധാനമന്ത്രിയാകാൻ കഴിയുമായിരുന്നു. എനിക്ക് പരീക്ഷ വേണ്ട കർത്താവ്, എനിക്ക് പരീക്ഷ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ ഒരിക്കലും യോസേപ്പിന് മറ്റുള്ള സഹോദരന്മാരോടുകൂടി ആ ഭവനത്തിൽ പാർക്കുക അല്ലാതെ കണ്ട് മുൻപോട്ട് തനിക്കൊരു വളർച്ചയില്ലായിരുന്നു. അപ്പോൾ ഒരു പരീക്ഷ തന്നെ എവിടെയാക്കി? മിസ്രൈം പ്രധാനമന്ത്രിയാക്കി. ദാനിയേലിനെ കുറിച്ച് ചിന്തിച്ച് നോക്കുക. യെരുശലേമിൽ ദേവാലയത്തിൽ മാതാപിതാക്കളോടൊത്ത് യാഗം കഴിച്ച് ആ വിധി രീതിയിൽ ആത്മീയമായിരിക്കുന്ന നല്ലൊരു അന്തരീക്ഷത്തിൽ ജീവിച്ച ദാനിയേൽ തനിക്ക് ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. എന്നാൽ താൻ അവിടെയും ആ പരീക്ഷയിൽ കൂടി ദൈവം തന്നെ അതിശയകരമായ രീതിയിൽ ഉയർത്തി എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. കാരണം ഇനിയും വരാൻ പോകുന്നതായിരിക്കുന്ന ഭാവി കാര്യങ്ങളെപ്പോലും എഴുതി നമുക്ക് തരത്തക്ക വണ്ണം ദൈവം ആ പരീക്ഷയിൽ കൂടി പോയത് മുഖാന്തരം ദൈവം തന്നെ വലിയവനാക്കി തീർത്തു. ഞാൻ ചോദിച്ചോളട്ടെ, ഇപ്പോൾ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നു. അവർക്ക് പരീക്ഷ വേണമെന്നാണോ ആഗ്രഹം, വേണ്ടെന്നാണോ? പലപ്പോഴും പറയാറ് പരീക്ഷ വേണ്ടായിരുന്നെങ്കിൽ, പരീക്ഷ ഇല്ല, ഇടയ്ക്കെങ്കിൽ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു, പരീക്ഷ ഇല്ലാതെ കണ്ട് എല്ലാവരെയും പാസ്സാക്കുക. അപ്പോൾ പിന്നെ സന്തോഷമായിരുന്നു കുട്ടികൾക്ക്. പരീക്ഷ ഇല്ലാതെ പാസ്സാകുമോ? ഓ, വളരെ നല്ലതാണ്. എന്നാൽ അതിനകത്ത് ചിലർക്ക് പ്രയാസമുണ്ട്. അതിൽ ആർക്കാണ്? A+A1 ലഭിക്കുന്നവർക്ക് അവർ വിചാരിക്കുന്ന പരീക്ഷ വേണം. കാരണം ഇങ്ങനെ പരീക്ഷ ഇല്ലാതെ പാസ്സായി കഴിഞ്ഞാൽ എല്ലാം ഒരേ ലെവലായി പോകത്തില്ലേ? അപ്പോൾ പരീക്ഷ ആവശ്യമാണ്. ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ആരാണ് ഇതിലെ മണ്ടന്മാരും മിടുക്കന്മാരും? പരീക്ഷ വേണ്ട എന്ന് പറയുന്നവരല്ലേ മണ്ടന്മാരെ? പരീക്ഷ വേണമെന്ന് പറയുന്നവരല്ലേ മിടുക്കന്മാരെ? അപ്പോൾ നമ്മുടെ വിശ്വാസി ഓളത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു വരാം. പരീക്ഷ വേണമെന്ന് പറയുന്നവരാരെങ്കിലും ഉണ്ടോ? നമ്മൾ പരീക്ഷ വേണ്ട എന്ന് പറയുന്നവരല്ലേ? പരീക്ഷ കർത്താവേ എനിക്ക് വേണ്ടെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നവരല്ലേ? ബൈബിൾ പറയുന്നുണ്ട് കഷ്ടതയുണ്ട്, കഷ്ടത ഒരു ദാനമാണ്, ഗിഫ്റ്റാണ്, വിശ്വാസികൾ കഷ്ടത ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, നമ്മൾ വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും നമ്മൾ ആ മിടുക്കന്മാരുടെ ഗ്രൂപ്പിലാണോ മണ്ടന്മാരുടെ ഗ്രൂപ്പിലാണോ? കർത്താവ് എനിക്ക് പരീക്ഷ വേണമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എല്ലാവരുടെയും അനുഭവം, ഞാൻ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. പരീക്ഷ വേണമെന്ന് നമുക്ക് ആർക്കും ആഗ്രഹമില്ല. പരീക്ഷ വേണ്ട എന്ന് ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവം പറയുന്നത് പരീക്ഷയിൽ കൂടി നിന്നെ ഞാൻ കടത്തിക്കൊണ്ട് പോകും, എന്നാൽ നിൻ്റെ ദേഹത്ത് തീയുടെ ഒരു അംശം പോലും, നിൻ്റെ രോമം പോലും കത്തിച്ച് കളയാൻ ഞാൻ തയ്യാറല്ല. അവൻ നമ്മെ പരിപാലിക്കുന്ന ദൈവമാണ്. പരീക്ഷയിൽ കൂടി കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നാം വായിച്ച വേദഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം.
മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. അപ്പോൾ നടപ്പുള്ള പരീക്ഷ ഉണ്ട്, നടപ്പുള്ള പരീക്ഷ ഉണ്ട്. ആ നടപ്പുള്ള പരീക്ഷ ദൈവം നമുക്ക് തരും. നടപ്പില്ലാത്ത പരീക്ഷ, മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നമുക്ക് വരത്തില്ല. എന്നാൽ നടപ്പുള്ള പരീക്ഷയുണ്ട്. ആ നടപ്പുള്ള പരീക്ഷയിൽ കൂടി നാം മുൻപോട്ട് പോയേ മതിയാകുകയുള്ളൂ. 3 തരത്തിലാണ്. നമുക്ക് അബ്രഹാമിൻ്റെ കാര്യം നോക്കാം. അബ്രഹാമിനെ പരീക്ഷിച്ചില്ലേ? അബ്രഹാമിനെ എന്തിനാണ് പരീക്ഷിച്ചത്? അബ്രഹാമിനെ എന്തിനാണ് പരീക്ഷിച്ചത്? പലപ്പോഴും ചിന്തിക്കാറുണ്ട്, തന്നെ ഒരു വിശ്വാസികളുടെ പിതാവായി മാറ്റുവാൻ വേണ്ടിയാണ് അബ്രഹാമിനെ പരീക്ഷിച്ചെന്നുള്ളത്. ഒരു പക്ഷേ അത് ശരിയായിരിക്കാം. എങ്കിലും അബ്രഹാമിനെ വിളിച്ച ഒരു വിളി കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 22-ാം സങ്കീർത്തനം 22-ാം അധ്യായം ഉൽപ്പത്തി 22 1-ാം വാക്യത്തിൽ അബ്രഹാമേ എന്ന് വിളിച്ചല്ലോ. വിളിച്ചില്ലേ? ഭാഗം വായിക്കുന്നില്ല. അബ്രഹാമെന്ന് വിളിച്ചില്ലേ? അപ്പോൾ അബ്രഹാം എന്താ പറഞ്ഞത്? അടിയനിത എന്ന് പറഞ്ഞാൽ എക്സ്റേ റൂമിൽ പോയി നിൽക്കുന്ന മാതിരി അബ്രഹാം നിന്നു. നമുക്ക് ചിന്തിക്കാം, ഇങ്ങനെ നിന്നു കൊടുത്തു അല്ലേ? അവിടുന്ന് കർത്താവ് വിളിച്ചല്ലോ എന്നാൽ ഞാൻ അല്പമൊക്കെ നോക്കിയാലോ, ഡ്രസ്സൊക്കെ നല്ലതായിട്ട് ഇട്ട് ശരിയായിട്ടൊക്കെ വരാമെന്നല്ല. എങ്ങനെ അബ്രഹാമായിരുന്നുവോ അതേ രീതിയിൽ ദൈവം വിളിച്ചു കഴിഞ്ഞപ്പോൾ അബ്രഹാമേ എന്ന് വിളിച്ചപ്പോൾ ഞാൻ ഇതാ എന്ന് പറഞ്ഞ് വന്നു. എന്തിനാണ് വിളിച്ചത്? ഒരു എക്സ്റേ എടുക്കാൻ വേണ്ടിയായിരുന്നു. എന്തിനാ എക്സ്റേ എടുക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? ഒരു കുഞ്ഞിന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു. വലിയ ആഗ്രഹമായിരുന്നു അബ്രഹാമിനും സാരയ്ക്കും ഒരു കുഞ്ഞ് വേണമെന്ന്. കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് വരെ പലപ്പോൾ വൃക്ഷങ്ങളുടെ ചുവട്ടിലും പോയി യാഗം കഴിച്ചിട്ടുണ്ട്, ദൈവത്തെ വിളിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഈ കിളവൻ നിപ്പിളിനകത്ത് കുപ്പിക്കകത്ത് പാലിട്ട് നിപ്പിൾ വെച്ചുകൊണ്ടിരിക്കുക, കുഞ്ഞിന് കൊടുത്തുകൊണ്ടിരിക്കുക. സമയമില്ല. എന്തിന്? ദൈവത്തെ വിളിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, യാഗം കഴിക്കാൻ അബ്രഹാമിന് സമയമില്ല. എത്ര വർഷം നോക്കിയെന്നറിയാമോ അബ്രഹാമിന് ഈ കളി? കുറഞ്ഞത് 15 വർഷമെങ്കിലും ദൈവം ഇത് നോക്കിക്കൊണ്ടിരിക്കുക. എന്നോടൊരു കുഞ്ഞിനെ ആഗ്രഹിച്ചു, ഞാൻ കുഞ്ഞു കൊടുത്തു. കുഞ്ഞു കൊടുത്തതിന് ശേഷം അവൻ എന്നെ മറന്ന് എന്നേക്കാൾ കൂടുതലായിട്ട് ആരെ സ്നേഹിക്കുന്നു? കൊച്ചു കുഞ്ഞിനെ. ബോട്ടിനകത്ത് പാലൊഴിച്ചുകൊണ്ട് കുഞ്ഞിനെ കുടിപ്പിച്ചുകൊണ്ടിരിക്കുക. അബ്രഹാം അപ്പച്ചനിപ്പോൾ അതേ ഉള്ളു പണി. കരയുമ്പം അപ്പിയിടുമ്പോൾ ഇതിലെല്ലാം അബ്രഹാം എവിടെ പോവുക? കുഞ്ഞിൻ്റെ അടുത്ത് പോവുക. അപ്പോൾ ഒരു കാര്യം മറന്നുപോയി. ആരെ മറന്നു? ദാതാവിനെ മറന്നു, ദാനത്തെ സ്നേഹിച്ചു. അപ്പോൾ പറയാണ് അബ്രഹാം, ഇഞ്ഞു വാ, നിന്നെ ഞാൻ എക്സ്റേ എടുക്കട്ടെ. എക്സ്റേ എടുത്തു, മനസ്സിലായി. ഇതിൻ്റെ സൊല്യൂഷൻ എന്തുവാ? ഞാൻ തന്ന കുഞ്ഞിനെ കൊല്ലണം. ഞാൻ ഈ ചെറുക്കം മുഖാന്തരമല്ല നീ എന്നെ വിട്ടിരിക്കുന്നേ. പരീക്ഷ. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു ഉദ്ദേശമില്ലാതെ കൊണ്ട് ദൈവം ഒരു പരീക്ഷ നമുക്ക് തരത്തില്ല. നമ്മെ ഉന്നതനാക്കുവാൻ, നമ്മെ ശുദ്ധീകരിക്കുവാൻ, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ ഒക്കെ ആവശ്യമാണ് പരീക്ഷ. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം, നടപ്പല്ലാത്ത പരീക്ഷ, ഒരു വ്യക്തിക്ക് നടപ്പല്ലാത്തതായിരിക്കുന്ന പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരത്തില്ല. അത് വളരെ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരാവശ്യമാണ്. ഒരിക്കലും നടപ്പല്ലാത്തത് പരീക്ഷ വരത്തില്ല. മാത്രമല്ല, ഈ പരീക്ഷ നമ്മെ നന്മയ്ക്കാണ്, തിന്മയ്ക്കായിട്ടല്ല എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, അബ്രഹാമിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ. അബ്രഹാം അതേ സമയത്ത് തന്നെ അബ്രഹാമിനെ ഒന്നേ വിളിച്ചുള്ളൂ, ഞാനിതാ എന്ന് പറഞ്ഞു. 11-ാം വാക്യത്തിൽ ദൈവം എത്ര പ്രാവശ്യം വിളിച്ചു? 2 പ്രാവശ്യം. അബ്രഹാമേ, അബ്രഹാമേ, ബാലൻ്റെ മേൽ കൈവെക്കരുത്. വന്നോ ഉത്തരം? ഉത്തരം വന്നവിടെ. ദൈവത്തിന് ചില പരീക്ഷകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്നത് നമ്മുടെ നന്മയ്ക്കാണ്, നമ്മുടെ തിന്മയ്ക്കായിട്ടല്ല. ഒരു പക്ഷേ തൽക്കാലം നമുക്കത് അനുഭവിപ്പാൻ തക്കണം, അല്ലെങ്കിൽ തൽക്കാലം അതിനെ അതിജീവനം ചെയ്യുവാൻ തക്കണം. പലപ്പോഴും നമ്മളെക്കൊണ്ട് കഴിഞ്ഞില്ല എന്ന് വരാം. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ബൈബിൾ ആദ്യോടന്തം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുത, ദൈവം നമ്മുടെ നന്മയ്ക്കായിട്ടാണ്, തിന്മയ്ക്കായിട്ട് അവിടെ ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യത്തുമില്ല. ഇയ്യോബിൻ്റെ കാര്യം നോക്കുക. ഇയ്യോബിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. ഇയ്യോബിന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടാണോ? ഒരു തെറ്റുമില്ലായിരുന്നു. നിഷ്കളങ്കനായിരുന്നു, പാപികളോട് വേർപെട്ടവനായിരുന്നു, എല്ലാ കാര്യവും നല്ലവനായിരുന്നു. തന്നെ മക്കളെയെല്ലാം വിളിച്ചുകൊണ്ട് വന്നിട്ട് വർഷത്തിൽ 1 പ്രാവശ്യം
യാഗം കഴിക്കുമായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ അതിനൊരു പരിഹാരത്തിന് വേണ്ടി. പിന്നെ എന്തിനാണ് ഈ വലിയ പ്രശ്നത്തിലൂടെ കടന്നുപോയത്? ദൈവം സാത്താനെ അനുവദിച്ചില്ലേ? എന്തിനാ അനുവദിച്ചത്? സാത്താനെ എന്തിനാ അനുവദിച്ചത്? കാരണം സാത്താന് പറയണം ഈ അബ്രഹാം നീതിമാനാണെന്നുള്ളത്. മറ്റെല്ലാവരും നീതിമാനാണെന്ന് പറഞ്ഞു, പോരാ. ദൈവം പറയുന്നത് പോരാ, പോരാ. മറ്റുള്ളവർ മുഴുവൻ പറഞ്ഞുകൊണ്ട് പോരാ. ഈ സാത്താനുണ്ടല്ലോ, എൻ്റെ വൈരി, എൻ്റെ ഘോര വൈരി, ഈ വൈരി പറയണം ഇയ്യോബ് സാക്ഷാൽ നീതിമാനാണ്. സാത്താന്റെ മുൻപിൽ ഇയ്യോബിനെ നിർത്തിക്കൊടുത്തു. നോക്ക്, നീ എന്തെങ്കിലും ചെയ്തു. പ്രിയരെ, ഈ ഒരു അവസ്ഥയിൽ കൂടി ഒരുപക്ഷെ നമുക്ക് കടന്ന് പോകേണ്ടതായിട്ട് വരും. എന്നാൽ ഞാൻ പറയട്ടെ, അതിന് ശേഷം വീണ്ടും നമുക്ക് ഈ ഭാഗത്തേക്ക് നമുക്ക് തിരിച്ചു വരാം. മൂന്ന് കാര്യങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്, അല്ലേ? മൂന്ന് കാര്യങ്ങൾ. ഈ 13-ാം വാക്യം വായിച്ചെടുത്തുനിന്ന്, ഒന്ന് നടപ്പല്ലാത്ത പരീക്ഷ, അല്ലേ? രണ്ടാമത് സഹിക്കാൻ കഴിയാത്ത പരീക്ഷ. മൂന്നാമത് ഒരു പോക്കുവഴി. മൂന്ന് കാര്യങ്ങൾ ഈ വാക്യത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, നടപ്പല്ലാത്ത പരീക്ഷ. ഒരു പക്ഷേ നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ട് ഇത് എനിക്ക് വന്നു? എന്തുകൊണ്ട് ഇത് എനിക്ക് വന്നു? ഞാൻ ഇത്ര ആത്മീയമായിട്ട് ഇത്ര മുൻപോട്ട് വന്നുകൊണ്ടിരിക്കുന്നു, എല്ലാ ശുശ്രൂഷകളും ഞാൻ പങ്കുകൊള്ളുന്നുണ്ട്, പഴയതിൽ നിന്നും വളരെ വ്യത്യസ്തമായി ആത്മീയമായിട്ട് ഞാൻ മുൻപോട്ട് വന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഇത് വേണോ എന്ന് പലപ്പോഴും നാം ചിന്തിച്ച് പോകാറുണ്ട്. എന്നാൽ പ്രിയരെ, ഒരു കാര്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മറ്റുള്ളവരുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. കുഞ്ഞുങ്ങളുടെ പഠിത്തം റിസൾട്ട് വന്നാലും, നമ്മുടെ ആത്മീയമായിട്ടുള്ള രീതി വന്നാലും, ഭൗമികമായിട്ടുള്ള ഇത് വന്നാലും, നമുക്ക് ഒരു താരതമ്യ പഠനം നമുക്കുണ്ട്. ഞങ്ങളിപ്പോൾ കാറയിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം മിസ്സസ് മിക്കവാറും പറയാം, ഉള്ളിലായിപ്പോയി, ഒത്തിരി ഉള്ളിലായിപ്പോയി എപ്പോഴും പറയാറുണ്ട്. വളരെ പ്രയാസം, റോഡും വളരെ പ്രയാസമാണ്. അപ്പോൾ ഈ മോന് ഞങ്ങളെ കൊണ്ടുവന്നത് ഏതോ ഒരു വലിയൊരു ഒത്തിരി ദൂരെ കൂടെ വന്നു കഴിഞ്ഞപ്പം അപ്പം ഞങ്ങൾക്ക് തോന്നി ഞങ്ങളുടെ വീട് ഉള്ളിലല്ല. ഒന്ന് കണ്ടോ, കമ്പാരിസൺ വന്നുകൊണ്ടോ? കാരണം ഞങ്ങൾക്ക് ഒരല്പം ഒരു ആശ്വാസം തോന്നി ഇത്രയും. അപ്പം മോൻ പറഞ്ഞു, ഇല്ല അങ്ങളെ വേറൊരു വഴി കൂടെ ഉണ്ട്, വേണ്ട ആ വഴി കൂടെ വരാനും നല്ലതായി. ഇത്രയും ദൂരെ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ആശ്വാസം. എന്തുവാ, ഞങ്ങളുടെ വീട് അത്ര ദൂരമല്ല എന്ന് തോന്നി. പലപ്പോഴും അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. നമുക്ക് ആ വിഷയത്തോട് ബന്ധത്തിൽ ഒരു വേദഭാഗം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. മർക്കോസ് 4-ാം അധ്യായത്തിൻ്റെ 35 തൊട്ട് 41 വരെയാണ്. അത് വായിക്കേണ്ട. അതിൽ 35-ാം വാക്യം വായിക്കാം. അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ടു, താൻ പടകിലിരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മതി. എനിക്ക് ഈ വിവരം നമ്മൾക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ചൊന്നും വിവരിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ 36-ാം വാക്യം. അവൻ പുരുഷാരത്തെ വിട്ടു, താൻ പടകിലിരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റ് ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ചിന്തയില്ല. ഇത് വലിയ പടക, മറ്റ് ചെറിയ പടകുകളെന്ന് അവിടെ എഴുതിയിരിക്കുമ്പോൾ ഇത് ചെറിയ പടകാണോ? ഇല്ല, ഇത് വലിയ പടകാണ്. ഈ വലിയ പടകിൽ കർത്താവായ യേശുക്രിസ്തു ഉണ്ട്. കർത്താവായ യേശുക്രിസ്തുവാണ് 35-ാം വാക്യത്തിൽ എന്താ പറഞ്ഞത്? അക്കരയ്ക്ക് പോകാം. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു നമുക്ക് അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് പടകിൽ കർത്താവായ യേശുക്രിസ്തു ഇരിപ്പുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്നത് മറ്റുള്ളവരെ ചെറിയ പടകുകൾക്ക് എന്ത് സംഭവിച്ചു, ചെറിയ പടകുകളുടെ സ്ഥിതി എന്താണ്, ചെറിയ പടകുകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല, ഇനി എൻ്റെ പടകിന് എന്ത് സംഭവിച്ചു. അതിൻ്റെ 38-ാം വാക്യത്തിൽ പറയുന്നത്
ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന്. ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് ഒരു പരീക്ഷ ഇവിടെ വന്നു. എൻ്റെ വിഷയം പരീക്ഷ എന്നുള്ളതാണല്ലോ. പരീക്ഷ ഇവിടെ വന്നു. പരീക്ഷ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ 35-ാം വാക്യത്തിൽ പറഞ്ഞത് നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞ ആ കാര്യം മറന്നുപോയി. ഇപ്പം ഇവിടെ തിരമാല വന്നു, ആഞ്ഞടിക്കുകയാണ്. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു പറയും നമുക്ക് പോകാം. അപ്പം ആര് കൂടെ ഉണ്ട്? കർത്താവ് കൂടെ ഉണ്ട്. പക്ഷേ അതൊന്നും അവർക്ക് ചിന്തയില്ല. നമ്മുടെ കൂടെ കർത്താവ് ഉണ്ട്. പക്ഷേ ചില സമയത്ത് പടകടിക്കുമ്പോൾ, ആഞ്ഞടിക്കുമ്പോൾ, വലിയ തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തു നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മളൊരു ചോദ്യം ചോദിക്കും, നിനക്ക് വിചാരമില്ലയോ കർത്താവേ? നിനക്കൊരു വിചാരമില്ല ഞങ്ങൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്? അപ്പം ചോദിക്കുക ഇവിടെ 38-ാം വാക്യത്തിൽ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? നശിച്ചു പോകുന്ന ഈ പലപ്പോഴും പരീക്ഷകൾ കടന്നു വരുമ്പോൾ ഈ വിധത്തിലുള്ളതായിരിക്കുന്ന ചില ചിന്തകൾ, പിറുപിറുപ്പിൻ്റെ മനോഭാവം. ഇത് ഈ 10-ാം അധ്യായത്തിൻ്റെ ഈ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ ആദ്യ ഭാഗത്തേക്ക് നാം വായിക്കുമ്പോഴേ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളമാണ്. ഇസ്രയേലിനെ ഏത് രീതിയിൽ പരിപാലിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അവിടെ നമുക്ക് കാണുവാൻ ഗുണം കഴിയുന്നത്. ഇവിടെ പറയുന്നത് അവർ ആ പടകിനെ മാത്രമേ ചിന്തിച്ചുള്ളൂ. മറ്റുള്ള പടക് എന്ത് സംഭവിക്കും എന്നുള്ളത് അവർ ചിന്തിച്ചില്ല. എൻ്റെ പടകിന് എന്ത് സംഭവിക്കുന്നു? ആ പരീക്ഷയുടെ സ്ഥാനത്ത് വലിയവനായിരിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം അവർ മറന്നുപോയി എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ ഗുണം കഴിയുന്നത്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ചെറുതും വലുതുമായ പരീക്ഷകളുണ്ട്. എല്ലാവരുടെയും ചെറുത് നമുക്ക് നോക്കുമ്പോൾ ഒന്നുമില്ല, എല്ലാവരും നോക്കുമ്പോൾ എല്ലാവരും ഒരു കുഴപ്പവും ഇല്ലെന്ന് തോന്നിപ്പോകും. എന്നാൽ നാം ഓരോരുത്തരും പോയി ഡോക്ടറെ അടുത്ത് പോയി അല്ലെങ്കിൽ ലാബ് ടെസ്റ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം രോഗങ്ങളാണ് നമ്മുടെ ഉള്ളിലുള്ളതെന്നുള്ളത് അന്നേരം അറിയത്തുള്ളൂ. എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. പരീക്ഷകളില്ലാത്തവരാരുമില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് തന്നെ പരീക്ഷയിൽ കൂടി കടന്നു പോകേണ്ടതായിട്ട് വന്നില്ലേ? വന്നു. ആർക്കാണ് പരീക്ഷ ഇല്ലാത്തത്? നമുക്കിനിയും ഇവിടെ നമുക്ക് ഈ പറഞ്ഞ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം. അതിൻ്റെ 2-ാം ഭാഗമാണെങ്കിൽ ഇപ്പോൾ 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 23. ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരോ, ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു. അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. അതിന്റെ 23, 24, 25, 26 വരെ. യഹൂദരാൽ ഞാൻ ഒന്നു കുറയാതെ 40 അടി 5 വട്ടം കൊണ്ടു. 3 വട്ടം കോലിനാൽ അടികൊണ്ടു. ഒരിക്കൽ കല്ലേറുകൊണ്ടു. 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു. 1 രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കും ഉണ്ട്. പച്ച പൗലോസിനെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഈ അധ്യായത്തിൽ. ഈ പൗലോസ് ഈ താൻ അനുഭവിച്ച വ്യതകളെക്കുറിച്ച് വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്തെല്ലാം പരീക്ഷകളാണ് തനിക്ക് അനുഭവിച്ചിട്ടുള്ളത്? വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത്? കാരണം വേറൊരു സഭകൾക്ക് ലേഖനങ്ങൾ എഴുതിയപ്പോൾ, ആ വ്യക്തികൾക്ക് ലേഖനം എഴുതിയപ്പോൾ ഈ വിധ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. എന്നാൽ കോരിന്ത് സഭയോട് പറയേണ്ടതായിട്ട് വന്നു. ഞാൻ ആരാകുന്നു എന്നുള്ളത് താൻ മറച്ചു വെച്ച കാര്യമാണ്. ഇത്രയും കാര്യങ്ങളൊന്നും ഓരോന്ന് ഓടിച്ചു നോക്കിക്കഴിഞ്ഞാൽ 3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, 1 രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഇതിനെപ്പറ്റി വേറെ എവിടെയെങ്കിലും ഉണ്ടോ? 1 രാപ്പകൽ മുഴുവൻ വെള്ളത്തിൽ കഴിച്ചു എന്ന്. സമുദ്രത്തിലൊക്കെ പോയിട്ടുള്ള പടകിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെന്താ പറയുന്നത്?
ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു നദികളിലെ ആപത്ത്, കള്ളന്മാരുടെ ആപത്ത്, സ്വജനത്താനുള്ള ആപത്ത്, ജാതികളുടെ ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാകം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്ന് വേണ്ട വലിയൊരു ലിസ്റ്റ്. ഇതാരനുഭവിച്ചതാ? ഇത് പരീക്ഷയല്ലേ? അപ്പോൾ നമ്മുടെ ഒരു പരീക്ഷ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആഹപ്പാടെ തളർന്നു പോവുക. നമ്മുടെ ജീവിതത്തിൽ എന്തോ കാരണം എന്താണെന്നറിയാമോ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന ഈ രോഗത്തിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെങ്കിൽ വിടുതൽ തന്നില്ലെങ്കിലും കർത്താവ് അവിടുത്തെ കൃപ എനിക്ക് വേണമെന്ന് പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ അപ്പോസ്തലന് ഈ ജീവിതത്തിൽ കരുതുപോയി. അതുകൊണ്ടാണ് പൗലോസിനോട് എന്താ പറഞ്ഞ കർത്താവ്? എൻ്റെ കൃപ നിനക്ക് മതി, നീ ഈ പ്രശ്നങ്ങൾ കൂടി നീ യാത്ര ചെയ്തേ മതിയാകൂ. നിന്നെ അതിനുവേണ്ടി ഞാൻ വിളിച്ചത്. എവിടെ? ഗമാലിയേലിൻ്റെ പാദപീഠത്തിൽ ഇത് പഠിച്ച് വലിയ വിദഗ്ധനായിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ദാസൻ, എല്ലാത്തിനും മുഖ്യനായിരിക്കുന്ന വ്യക്തി, എല്ലാം വിട്ട് കർത്താവായ യേശു ക്രിസ്തു തന്നെ പിടിച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് പോകേണ്ടതായിട്ട് വന്നത് എവിടോട്ടാ? കാരാഗ്രഹത്തിലോട്ടാ. ആ കാരാഗ്രഹത്തിൽ പോയി ഈ പറഞ്ഞ ലിസ്റ്റിൽ ഓരോന്നും നിങ്ങളൊന്നും എടുത്ത് വായിച്ച് നോക്കുക. ഇത് വായിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ അനുഭവിക്കുന്ന പരീക്ഷ ഒന്നുമില്ല. പ്രിയരെ, നാം അനുഭവിക്കുന്ന പരീക്ഷ ഒന്നുമില്ല. ഇത്രമാത്രം പരീക്ഷയിൽ കൂടി കടന്നുപോയ ഒരു വ്യക്തിയാണ് ആര്? അപ്പോസ്തലനായ പൗലോസ്. തന്നെ പറയുന്നത് തനിക്ക് ഒരു കപ്പൽ സ്വന്തമായിട്ടുണ്ടായിരുന്നു തൻ്റെ പിതാവിന്. ഒരു കോടീശ്വരനാണെന്ന് പറയപ്പെടുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ സത്യമാണ് എന്താണെന്നുള്ളത് പറഞ്ഞു. ഇത്രമാത്രം മഹാനായിരിക്കുന്ന ധനവാനായിരിക്കുന്ന വ്യക്തി സ്തെഫാനോസിനെ കൊല്ലുന്ന സമയത്ത് പറഞ്ഞ വ്യക്തി കർത്താവ് അവനെ പിടിച്ചു മുൻപോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവൻ ഹീറോ ആയിരുന്ന വ്യക്തി ജീറോ ആയി മാറി. അതുമാത്രമോ, അവൻ പരീക്ഷകൾക്ക് 1 അല്ല 2 അല്ല 10 അല്ല 15 അല്ല, ഇത് ഇത്രയും ഇവിടെ എഴുതിയിട്ടുള്ളൂ. ഇനി എത്ര കാര്യങ്ങളുണ്ടെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഒരു കാര്യം, താൻ പരീക്ഷയിലൂടെ കടന്നു പോയതുകൊണ്ട് തനിക്ക് ദുഃഖിക്കേണ്ടതായിട്ട് വന്നില്ല. ഈ പരീക്ഷ പ്രിയരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കടന്നു വന്നു വരാം. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു ഇപ്രകാരം എഴുതിയിട്ടുണ്ട് 1-ാം വാക്യത്തിൽ, സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. ആർക്ക് ചുറ്റുവാ? നമുക്ക് ചുറ്റും. നാം എവിടെയാ? നാം കോർട്ടിലാണ്. നാം ഇന്ന് ജീവിതയാത്ര ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു ഓട്ടക്കളത്തിൽ ഓടുന്ന സമയത്ത് ഗാലറിയിൽ ആരിരിപ്പുണ്ട്? സാക്ഷികളുടെ വലിയൊരു സമൂഹം. യോസേപ്പ് അവിടുന്ന് കൈയടിച്ച് നാം പോകുന്ന സമയത്ത് യോസേപ്പ് അനുഭവിച്ചതായിരിക്കുന്ന വ്യതകൾ കൂടി കടന്നു പോകുമ്പോൾ ഗാലറിയിൽ ഒരുവൻ ഇരിപ്പുണ്ട്. ഹായ് ഹായ്, പൊക്കോ പൊക്കോ എന്ന് പറയുവാൻ. ഒരുവത്തിന് ഇരിപ്പുണ്ട്. രോഗിയായിട്ട് വളരെ പ്രശ്നങ്ങൾ കടന്നു പോകുമ്പോൾ സ്വന്തം മക്കൾ പോലും ഭാര്യ പോലും ഭർത്താവ് പോലും ഉപേക്ഷിച്ചതായിരിക്കുന്ന സമയത്ത് നീ പോയി മരിക്കടാന്ന് പറഞ്ഞതായിരിക്കുന്ന സമയത്ത് അവിടെ ഇരിപ്പുണ്ട്. എന്തിനു വേണ്ടി? കുഴപ്പമില്ല, പൊക്കോ പൊക്കോ, ഞാനും ആ പാതയിൽ കൂടി വന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗാലറിയിൽ ഇരിപ്പുണ്ടെന്ന് എബ്രായർക്കെതിരെ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരമല്ലേ പറയുന്നത്? ആകയാൽ സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽപ്പുണ്ട്. ഇരിക്കുകയല്ല, നമുക്ക് ചുറ്റും നിൽപ്പുണ്ട്. പ്രിയരെ, നാം ഏകനായിട്ടല്ല. നാം ഈ ലോകത്തിൽ ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് നാം പരീക്ഷകളോട് കടന്നു പോകുമ്പോൾ ഒരു കാര്യം മറന്നു പോകരുത്. നാം അനുഭവിച്ചതായിരിക്കുന്ന അതിലും ഭയങ്കരമായിരിക്കുന്ന പരീക്ഷകളോട് കടന്നുപോയ അനേക ദൈവദാസന്മാർ, ചിലരുടെയൊക്കെ ജീവചരിത്രം പഠിച്ചാൽ നമുക്കറിയാം അവരെങ്ങനെയാണ് ജീവിച്ചതെന്നുള്ളത്. നാം ഒന്നും പഠിക്കുന്നില്ല. റുമേനിയയിൽ ഒരു വശത്ത് റുമേനിയയിലെ റിച്ചാർഡ് ഉംബ്രാനിൻ്റെ ഒക്കെ ജീവിതം പഠിച്ചു കഴിഞ്ഞാൽ അവരെപ്രകാരമാണ് ദൈവത്തിന് വേണ്ടി ജീവിച്ചതെന്നുള്ളത് നമുക്കറിയാം. നമ്മളൊന്നുമില്ല പ്രിയരെ. ഇവരെന്തിനു വേണ്ടു? നമ്മുടെ ഛത്തീസ്ഗഡും ബീഹാറിലും നടക്കുന്നതായിരിക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ നാം നോക്കുകയാണെങ്കിൽ, മണിപ്പൂരിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നോക്കുകയാണെങ്കിൽ കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കേണ്ടതായിട്ട് വരുന്നു. നമ്മെ അവിടുന്ന് കാത്തു സൂക്ഷിച്ചു. അതെ, ഒരു പരീക്ഷ വരുമ്പോൾ തളരരുത്. അതാണ് പറയുന്നത്, സഹിപ്പാൻ ഉള്ള രണ്ടാമത്തെ എന്താ ചിന്തിച്ചത്? സഹിക്കാൻ കഴിയാത്ത പരീക്ഷ. നമുക്ക് സഹിക്കാൻ പറ്റുന്ന പരീക്ഷയെ ദൈവം നമുക്ക് തരത്തുള്ളൂ. പണ്ട് ഞാനും മിസ്സസും 3 കുഞ്ഞുങ്ങളും കൂടെ ഞങ്ങൾ ഇവിടുന്ന് ഒറീസയിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ, അന്ന് ഡയറക്റ്റ് ട്രെയിനില്ല. ചെന്നൈയിൽ ഇറങ്ങിയിട്ട് ചെന്നൈയിൽ നിന്ന് വേറെ ട്രെയിൻ പിടിച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട്.
ഇവിടുന്ന് പോകുമ്പോഴും ലഗേജ് ഓരോരുത്തർക്കും അവരവർക്ക് എടുക്കാൻ പാകുന്ന രീതിയിലുള്ള ലഗേജ് കൊടുക്കും. മക്കൾക്ക് എത്ര പ്രായത്തിനനുസരിച്ച് മിസ്സസ് ഒരു ലഗേജ് എടുക്കും, ഞാൻ അതിലും കൂടിയ ലഗേജ് എടുക്കും. ഇന്ന് ഞാൻ ലഗേജ് എടുക്കാറില്ല, എടുപ്പിക്കത്തുമില്ല, എടുക്കാൻ ഒക്കത്തുമില്ല. അന്നത്തെ കാര്യം 40 വർഷത്തിന് മുമ്പ് ചെന്നൈ ചെന്ന് ഇറങ്ങിയതിന് ശേഷം, അവിടെ ചെന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ സഹിക്കാൻ കഴിയാത്ത രീതിയിൽ എൻ്റെ കൊച്ചു കുഞ്ഞിൻ്റെ മേളിൽ വലിയ ഡബ്ബ വെക്കാൻ പറ്റുമോ? പെട്ടി വെക്കാൻ പറ്റുമോ? അത് എനിക്ക് വഹിക്കാം, എൻ്റെ കൊച്ചു കുഞ്ഞിനത് വഹിക്കാൻ പറ്റത്തില്ല. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സഹിക്കാൻ കഴിയാത്ത പരീക്ഷ നമുക്ക് തരത്തില്ല. ഒരു ലോഡ് നമ്മുടെ മേളിൽ വെക്കുമ്പോൾ, ഒരു പരീക്ഷ നമ്മുടെ തലവേൽ വെക്കുമ്പോൾ കർത്താവ് തന്നെ നോക്കും, ഈ എൻ്റെ പ്രിയപ്പെട്ട മോൻ ഇത് വഹിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അതിൽ കൂടുതലായിട്ട് പറ്റത്തില്ല, വെക്കത്തില്ല നമ്മുടെ തലയിൽ. സഹിക്കാൻ. ഇന്ന് രാവിലെ മഴ പെയ്തു. സാധാരണ ഇത് മൺസൂണാണ്, മഴ പെയ്തു. എന്നാൽ ഏതെങ്കിലും രീതിയിൽ നമുക്കിവിടെ കടന്നു ഇരിക്കാൻ പറ്റിയോ? എല്ലാവരും കടന്നു വന്നില്ലേ? രോഗികളായിട്ടുള്ളവരുണ്ട്, വേറെ പലരും. എന്നാൽ ഇത്രയും പേർക്ക് കടന്നു വരുവാൻ തക്കണം സാധിച്ചത് എന്താ? അത് സഹിപ്പാനുള്ളതായിരിക്കുന്ന കൃപ. ഈ മഴക്കാലത്ത് ഇവിടെ വന്ന് ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ഉള്ളതായിരിക്കുന്നത് ദൈവിക കൃപ ആർക്ക് തന്നു? നമ്മുടെ മേൽ ചൊരിഞ്ഞു. അല്ലെങ്കിൽ വേറെ രീതിയിൽ നമ്മൾ ചിന്തിച്ച് നോക്ക്. മഴയും പിടിച്ച് സുഖമായിട്ട് കമ്പിളിയിട്ട് പുതച്ച് കിടക്കത്തില്ലേ? നമ്മുടെ ഇവിടെ വരേണ്ട ആവശ്യം എന്തുവാ? സഹിപ്പാൻ കഴിയുന്ന കൃപ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ തക്കൊണ്ട് കഴിയും. ഇനി നമുക്ക് അതിൻ്റെ മൂന്നാമത്തേത് 1 കൊരിന്ത്യർ അല്ലേ? 1 കൊരിന്ത്യർ 10:13. മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും തരും. സാധാരണ നമ്മൾ പറയാറില്ലേ, ഒരു വാതിൽ അടച്ചു കഴിയുമ്പോൾ വേറൊരു വാതിൽ തുറന്നിട്ട് ഒരു വാതിൽ അടയ്ക്കത്തുള്ളൂ. അത്ര നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. പോക്കുവഴികൾ അവന് തരും എന്നുള്ളത് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നതാണ്. നമുക്കറിയാം, ഇസ്രായേലിനുള്ള ബന്ധത്തിൽ നമുക്കൊരു വേദഭാഗം വായിക്കാം. പുറപ്പാട് 13:17. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫിലിസ്തീനരുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തത് എന്ന് വരികയും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷെ അനുദപിച്ച് ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ച് ദൈവം അതിലെ കൊണ്ടുപോയില്ല. ചെങ്കടലിനരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റി നടത്തി. ഇസ്രായേൽ മക്കൾ ഇസ്രായേൽ ദേശത്തു നിന്ന് സന്നദ്ധരായി പുറപ്പെട്ടു. ദൈവം എന്തിനാ ഇങ്ങനെ ചെയ്തേ? നമ്മുടെ സ്ഥിതി അറിഞ്ഞുകൊണ്ട് നാം ഒരിക്കലും ശത്രുക്കളുടെ മുൻപിൽ നാം വീണു പോകാതിരിക്കത്തക്ക രീതിയിൽ ശത്രുക്കളെ കണ്ട് പേടിക്കാതിരിക്കുവാൻ വേണ്ടി ഷോർട്ട് കട്ട് ഒരു റോഡ് ഉണ്ടായിരുന്നു. അതിൽ കൂടി വിടാതെ. കാരണം എൻ്റെ ജനം, എൻ്റെ ആൾക്കാർ, ഫെലിസ്തീൻ ആൾക്കാർ കണ്ട് മുസ്ലിംകാർ കണ്ടു കഴിയുമ്പോൾ ഒരു പക്ഷെങ്കിൽ ഇവർ എന്നെ പേടിച്ച് ചിലപ്പോൾ തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. എൻ്റെ മക്കൾക്ക് അത്രയേ ഉള്ളൂ കഴിവ്. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കുവാൻ കൊണ്ട് ദൈവത്തിൻ്റെ കരുതൽ എത്ര ഇതാണ്. ആ ഒരു ഭാഗം ഒന്നുകൂടി ഞാനത് വായിക്കാം. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തത് എന്ന് വരികിലും, ഫെലിസ്ത്യ ദേശത്തു കൂടിയുള്ള വഴി അടുത്തത് എന്ന് വരികിലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷെ അനുദപിച്ച് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ച് ദൈവം ആരായിരുന്നു ചിന്തിച്ചത്? ദൈവം ചിന്തിച്ചു. ദൈവത്തിനറിയാം എൻ്റെ കുഞ്ഞുങ്ങൾ പോകുമ്പോഴേ ആ യുദ്ധത്തിന് ഇത് വരുമ്പോൾ, യുദ്ധം കാണുമ്പോൾ എന്തു ചെയ്യും?
അവർ തിരിച്ച് മിസ്രൈമിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് ദൈവം അവരെ അതിലെ കൊണ്ടുപോയില്ല. അങ്ങനെ ആ യുദ്ധം കണ്ടാൽ തന്നെ അത് ആ സമയത്ത് യുദ്ധം വരുത്താതിരുന്ന പോരായിരുന്നോ? അല്ല, അതല്ല ദൈവിക മാർഗം. ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന 3 പേരെ എവിടെ ഇട്ടു? തീച്ചുളിയിലിട്ടു. ആ തീച്ചുളിയിൽ ഇടാതിരിക്കാൻ ദൈവത്തിന് കഴിവില്ലായിരുന്നോ? കഴിയുമായിരുന്നു. പിന്നെ എന്തിനാ ഇട്ടേ? എന്തിനാ? ദൈവത്തെ വെളിപ്പെടുത്തും. അവിടെ ഒരു 4ാമതൊരു മനുഷ്യനെ കണ്ടില്ലേ? ആരായിരുന്നു? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നാം പരീക്ഷ അനുഭവിക്കുമ്പോൾ നമ്മോട് കൂടെ ഉള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ കർത്താവായ യേശു. അത് നമ്മൾ മറന്നു പോകരുത്. നാം ഒരിക്കലും ആ വിധത്തിൽ ഒരിക്കലും മറന്ന് പോകരുത്. ദൈവം നമ്മെ കാക്കുന്നവനാണ്, ദൈവം നമ്മെ കരുതുന്നവനാണ്. ഒരു വേദഭാഗം കൂടി ഞാൻ വായിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുകയാണ്. രൂത്തിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഒന്നാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. എല്ലാവർക്കും പരിചയമുള്ള ഭാഗമാണ് എങ്കിലും ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ യഹോവ തൻ്റെ ജനത്തെ സന്ദർശിച്ചു ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട് മോവാബ് ദേശം വിട്ടു മടങ്ങിപ്പോകുവാൻ തൻ്റെ മരുമക്കളോടുകൂടെ പുറപ്പെട്ടു. എലിമേലേക്കും കുടുംബവും യാത്ര തിരിച്ചു. എങ്ങോട്ട്? മോവാബ് ദേശത്തേക്ക്. ജെറുസലേം വിട്ട് ബേത്ലഹേം വിട്ടിട്ട് മോവാബ് ദേശത്തേക്ക് യാത്ര ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു, ചെയ്തു. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആ ഒരു കുടുംബത്തെ മാത്രമേ നമ്മൾ ചിന്തിക്കാറുള്ളൂ. രൂത്ത് കുടുംബം, നവോമി കുടുംബം, എലിമേലേക്ക് കുടുംബം, ഇത് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. എന്നാൽ ആ പ്രദേശത്ത് നിന്ന് ഒരു കുടുംബമേ മോവാബ് വന്നിട്ടുള്ളൂ. ബാക്കി എവിടാ? ബാക്കി അവിടെ ഉണ്ട്. ആ ബേത്ലഹേമിലുണ്ട്. അവർ ആ പരീക്ഷ അനുഭവിച്ചു. പരീക്ഷയിൽ കൂടി അവർ പോയി. ഇവർക്ക് ആ പരീക്ഷ അനുഭവിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അവർ മോവാബ് ദേശത്തേക്ക് വന്നത്. അവരെ പറ്റി എന്താ ഇവിടെ പറയുന്നത്? ദൈവം അവരെ സന്ദർശിച്ചു. എത്ര കാലം കഴിഞ്ഞു? കുറെ കാലം കഴിഞ്ഞു. 10 വർഷം. ഏതാണ്ട് 10 വർഷം ഇവര് എലിമേലേക്കും കുടുംബം ഇവിടെ ഉണ്ടായിരുന്നു, മോവാബ് ദേശം. അപ്പൊ ഈ 10 വർഷം എന്ത് ചെയ്തു? അവർ വലിയ പരീക്ഷയിൽ കൂടി കടന്നുപോയി. ആര്? ഈ എലിമേലേക്ക് കുടുംബം വിട്ട് ബാക്കിയുള്ള കുടുംബങ്ങളെല്ലാം ബേത്ലഹേമിൽ പട്ടിണിയും പരിവട്ടവുമായിട്ട് അവർ കടന്നുപോയി 10 വർഷം. എന്നാൽ 10 വർഷത്തിന് ശേഷം ആര് സന്ദർശിച്ചു? ദൈവം, യഹോവ സന്ദർശിച്ചു. യഹോവ അവരെ കാത്തു, യഹോവരെ പരിപാലിച്ചു. പ്രിയരെ, നമ്മുടെ പരീക്ഷ കാലം ചിലപ്പോൾ കൂടി വന്നിരിക്കും. നമ്മുടെ പരീക്ഷയുടെ സമയം നമുക്കൊരിക്കലും പറയുവാൻ പാടില്ല. 2 വർഷമായല്ലോ 3 വർഷമായല്ലോ, കർത്താവെ മതി എന്ന് പറയാൻ ഒക്കത്തില്ല. അവനൊരു സമയം ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട്. അവനൊരു പ്ലാൻ ഉണ്ട്, അവനൊരു യോജനയുണ്ട്. അവനൊരു പ്ലാൻ അനുസരിച്ച്, പദ്ധതിക്കനുസരിച്ച് അവൻ നമ്മെ ഓർക്കുകയും ചെയ്യും. നോഹയുടെ കാര്യത്തിൽ നമുക്കറിയാമല്ലോ. നോഹയെ ഓർത്തു എന്ന് പറയുന്നില്ലേ? നോഹ ഓർത്തു. ദൈവം നോഹയെ ഓർത്തു. തൻ്റെ കപ്പലുള്ളവരായിരിക്കും എല്ലാവരെയും ഓർത്തു. ആരാരാത്ത് പർവ്വതത്തിൻകടയിൽ ഒരു കാറ്റടിച്ചു, വെള്ളം ഉണങ്ങിയ സ്ഥലത്ത് നോഹയും കുടുംബത്തെയും ഇറക്കി. അവിടെ നമ്മൾ പറയുന്നുണ്ട് ദൈവം നോഹയെ ഓർത്തു. എത്ര കാലം? 370 സംവത്സരം. ഈ ദൈവം നമ്മുടെ ദൈവമാണ്. നമുക്ക് ഈ ദൈവത്തിൽ ആശ്രയിക്കാം. ഈ ദൈവത്തെ മുൻപോട്ട് പോകാം. തീർച്ചയായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കാം. പ്രിയരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പരീക്ഷകളുണ്ട്. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. നമുക്ക് ചെയ്യുവാൻ തക്കമുള്ള ഒന്നേ ഉള്ളൂ, നാം ദൈവസന്നിധിയിൽ മുട്ടിപ്പായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ചോദിക്കട്ടെ, പരീക്ഷ ഇല്ലാത്ത സമയത്ത് കൂടുതൽ പ്രാർത്ഥിക്കുമോ? പരീക്ഷയുള്ള സമയത്ത് കൂടുതൽ പ്രാർത്ഥിക്കുമോ? പരീക്ഷയുള്ള സമയത്ത്. ദൈവം അത് ആഗ്രഹിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾക്കെല്ലാം ഉണ്ടെന്ന് വെച്ചു. ബാങ്ക് ബാലൻസ് ഉണ്ട്, ആരോഗ്യമുണ്ട്, ഒരു BP ഇല്ല, ഷുഗറും ഇല്ല, ഒന്നുമില്ല, എല്ലാം കറക്റ്റാണ്. ചിലർക്ക് പറയാറുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും വിത്തൗട്ട് ചായ കുടിച്ചിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട്. ഇനിയും പഠിക്കാറുണ്ട് അല്ലേ? പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ദൈവം ആരെ അനുഗ്രഹിക്കുന്നു? ഈ പരീക്ഷയിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുവാൻ പോവുകയാണ്. അനുഗ്രഹത്തിൻ്റെ കലവറ തുറക്കുവാൻ പോവുകയാണ്. സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കുവാൻ പോവുകയാണ്. അനുഗ്രഹത്തെ അവൻ അയക്കുവാൻ പോവുകയാണ്. എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുവാൻ അവൻ നമ്മെ മറന്നിട്ടില്ല, അവൻ നമ്മെ മറക്കുകയില്ല. അവിടെ ഒരു പദം എഴുതിയിട്ടുണ്ട്. അതോട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനം തിരിക്കും. അതിൻ്റെ അതേ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 13. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല,
ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ. സമ്മതിക്കയില്ല, അതാണ് എൻ്റെ പദം. അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്താൽ നല്ലതായിരിക്കും. സമ്മതിക്കത്തില്ല. ആര് സമ്മതിക്കത്തില്ല? ദൈവം സമ്മതിക്കില്ല. പിന്നെ നമ്മൾ എന്തിനാ കൂടുതൽ ടെൻഷൻ അടിക്കുന്നത്? എന്താ എഴുതിയിരിക്കുന്നത്? ദൈവം സമ്മതിക്കത്തില്ല. ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ച വലിയവനായിരിക്കും ദൈവം പറയാണ്, എൻ്റെ ദൈവവിധന്റെ ജീവിതത്തിൽ ഒന്നും വരുവാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്നിട്ട് പറയാണ്. അതിൻ്റെ അപ്പുറത്ത് പറയുന്നുണ്ട്, യഹോവ വിശ്വസ്തൻ. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാകും. എന്താ എഴുതിയിരിക്കുന്നത്? പരീക്ഷയോട് കൂടെ. ഇത് നമുക്ക് നേരെ അല്പം ഒന്ന് വ്യത്യാസം വരുത്തിയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. പരീക്ഷയില്ലാതെ അവൻ നമ്മെ സഹായിക്കുമെന്ന് എഴുതിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. പരീക്ഷയോട് കൂടെ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്ന് യാത്ര ചെയ്താലും അത് നമ്മുടെ കൂടെ ആരുണ്ട്? പരീക്ഷയുണ്ട്. ദൈവമുണ്ട്, ശരിയാ. പക്ഷെ പരീക്ഷയുണ്ട് നമ്മുടെ കൂടെ. ഈ പരീക്ഷയോടുകൂടെ നാം ജീവിക്കുമ്പോൾ പരീക്ഷയിൽ നാം വീണു പോകുവാൻ നമ്മുടെ വിശ്വസ്തനായിരിക്കും ദൈവം ഒരിക്കലും സമ്മതിക്കയില്ല. ഈ വിശ്വാസത്തോടു കൂടി നമുക്ക് മുൻപോട്ട് പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നാം മഹത്വപ്പെടുവാനാകട്ടെ. ആമേൻ. പരീക്ഷയുടെ ദൈവമാനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ